1354 വടക്കൻ മധ്യ ഫ്രാൻസിലെ ഒരു ഗ്രാമമായ ലിറിയയിലെ പുതിയ കൊളീജിയേറ്റ് പള്ളിയിൽ ഒരു നഗ്നമായ മനുഷ്യന്റെ മുൻഭാഗത്തിന്റെയും പിൻഭാഗത്തിന്റെയും മങ്ങിയ ചിത്രം വഹിക്കുന്ന ഒരു നീളമുള്ള ലിനൻ തുണി പ്രദർശിപ്പിക്കപ്പെടുന്നു. പിൽക്കാലങ്ങളിൽ ഷ്രൗഡ് ഓഫ് ടൂറിൻ എന്നും ജീസസ് ക്രൈസ്റ്റിന്റെ ഹോളി തിരിക്കച്ച എന്നും അറിയപ്പെടുന്ന ഈ തുണി അനേകം ഗവേഷണങ്ങൾക്കും സംവാദങ്ങൾക്കും കാരണമായി മാറി. പിന്നീട് AD 1389 ട്രേസിലെ ബിഷപ്പ് പിയറി ദി ആർസിസ് ഇത് വ്യാജമാണെന്ന് അപലപിച്ചു. ശേഷം 1453 ഇത് സാവോയ് ഹൗസ് ഏറ്റെടുക്കുന്നു. പിന്നീട് ചാംബേറിയിലെ ഒരു ചാപ്പലിൽ ഷ്രൗഡ് നിക്ഷേപിക്കുകയും 1532 തീപിടുത്തത്തിൽ അത് കേടാവുകയും ചെയ്തു. പിന്നീട് AD 1532 തന്നെ സാവോയ്മാർ ഷ്രൗഡ് ടൂറിനിലെ അവരുടെ പുതിയ തലസ്ഥാനത്തിലേക്ക് മാറ്റുന്നു. അന്ന് മുതൽ ഇന്ന് വരെയും ഷ്രൗഡ് ഓഫ് ടൂറിൻ അവിടെ തന്നെ നിലനിൽക്കുന്നു. ഈ തിരികച്ച അനേകം ഗവേഷണങ്ങൾക്കും പിന്നീട് അനേകം തർക്കങ്ങൾക്കും സംവാദങ്ങൾക്കും കാരണമായി മാറുന്നു. ചിലർ ഇതിനെ ഒരു മനുഷ്യനിർമ്മിതമായ ലിനൻ തുണിയിലെ ചിത്രമായി മാത്രം കണ്ടിരുന്നു. 1988 നടത്തിയ റേഡിയോ കാർബൺ ഡേറ്റിംഗ് പരിശോധനയിൽ ഈ തിരികച്ചയുടെ ഉത്ഭവം മധ്യകാലഘട്ടത്തിലാണ് എന്ന് സൂചനകൾ നൽകി. അതുകൊണ്ട് തന്നെ മുമ്പ് പറഞ്ഞ സിദ്ധാന്തങ്ങൾക്ക് ആക്കം കൂട്ടി. എന്നാൽ എക്സ്റേ സ്കാറ്റിംഗ് പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടുള്ള സമീപകാല പഠനങ്ങൾ ഈ തുണിക്ക് യേശുക്രിസ്തു ജീവിച്ചിരുന്ന അതേ കാലഘട്ടത്തിന്റെ പഴക്കമുണ്ട് എന്ന് തെളിയിച്ചു. ബൈബിളിൽ വിവരിച്ചിരിക്കുന്ന പോലെ തന്നെ ക്രൂശിലേറിയതിന്റെയും ചാട്ടവാർ അടികളുടെയും വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയതിന്റെയും സമാനമായ മുറിവുകളുള്ള ഒരു മനുഷ്യന്റെ മങ്ങിയ പ്രതിച്ഛായയാണ് ഈ കഫൻ വഹിക്കുന്നത്. ഈ തിരികച്ചയിൽ വളരെ റയറായ AB ബ്ലഡ് ഗ്രൂപ്പിന്റെ സാന്നിധ്യം കണ്ടെത്തി. ചിത്രം രൂപപ്പെടുന്നതിന് മുമ്പ് തുണിയിൽ രക്തം ഉണ്ടായിരുന്നുവെന്ന് ശാസ്ത്രീയ നിരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നു. തിരികച്ചയിൽ പതിഞ്ഞ ചിത്രം ഡാവിഞ്ചി വരച്ചതാണ് എന്നുവരെ പലരും പറയുന്നു. എന്നാൽ ഈ തിരികച്ചയിൽ ബ്രഷിന്റെ പാടുകളോ പെയിന്റിന്റെ അംശങ്ങളോ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. തിരികച്ചയിലെ രക്തത്തിന്റെ നിറം മങ്ങാത്തതിനും അത് റെഡ് കളറിൽ തന്നെ തുടരുന്നതിനും അനേകം സംവാദങ്ങളും തർക്കങ്ങളും ഉടലെടുത്തു. കാരണം ബ്ലഡിന് കാലപ്പഴക്കം ചെല്ലുന്തോറും ഒന്നുകിൽ ബ്രൗൺ നിറമോ അല്ലെങ്കിൽ കറുത്ത നിറമോ ആയി മാറും. എന്നാൽ ഈ തിരികച്ചയിലെ ബ്ലഡിന് യാതൊരുവിധ നിറമാറ്റവും സംഭവിച്ചിട്ടില്ല. ഈ വാദത്തിന്റെ ചുവട് പിടിച്ചുള്ള ഗവേഷണത്തിൽ തിരികച്ചയിൽ അധിക അളവിൽ ബിലിറൂബിന്റെ സാന്നിധ്യം കണ്ടെത്തി. ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് രക്തം പൂർണ്ണമായി വറ്റിപ്പോവുകയോ അല്ലെങ്കിൽ ആഹാരം കഴിക്കാതെയോ ഇരിക്കുന്ന സമയത്താണ് ബിലിറൂബിൻ അധിക അളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. യേശുക്രിസ്തുവിനെ റോമാ പടയാളികൾ പിടിച്ചുകൊണ്ട് പോയ ആ നേരം മുതൽ മരിക്കുന്നത് വരെ യാതൊന്നും കഴിച്ചതായി ബൈബിളിൽ പറയുന്നില്ല. ഇടയ്ക്ക് പുളിച്ച വീഞ്ഞു കൊടുത്തു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ അധിക അളവിൽ ബിലിറൂബിൻ കാണാം എന്നുള്ള സാധ്യത നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ രക്തത്തിന്റെ നിറത്തെ സംബന്ധിച്ചുള്ള വാദങ്ങൾക്ക് പ്രസക്തി ഇല്ലാതെയാകുന്നു. പിന്നീട് ഇത് യേശുക്രിസ്തുവിന്റെ തന്നെ തിരികച്ചയാണ് എന്ന് അന്നത്തെ ഗവേഷണ സംഘത്തിലെ നിരീശ്വരവാദിയും യഹൂദനും ആയിരുന്ന പാരി ഷോർട്ട് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതായി പറയപ്പെടുന്നു. അനേകം വിവാദങ്ങൾ നിലനിൽക്കുന്നു എങ്കിലും ഈ തുണിയെക്കുറിച്ചും തുണിയിൽ മുഖം എങ്ങനെ പതിഞ്ഞു എന്നതിനെക്കുറിച്ചും ഈ തുണി മനുഷ്യനിർമ്മിതമാണ് എന്നുള്ള സിദ്ധാന്തങ്ങളെ തെളിയിക്കുന്നതിനും ശാസ്ത്രലോകത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല.